ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസിനെ കുറിച്ച്. ഇപ്പൊ ലാസ്റ്റ് 2-3 ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് റിലേഷൻസിനെ കുറിച്ചും അതിന്റെ ടൈപ്പ് ഓഫ് റിലേഷൻസിനെ കുറിച്ചും പിന്നെ ഇക്വലൻസ് ക്ലാസസ്, അതായത് ഇക്വലൻസ് റിലേഷൻസ് പറഞ്ഞതിന് ശേഷം ഇക്വലൻസ് ക്ലാസസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞു. തുടർന്ന് നമ്മൾ അതിന്റെ കുറെ പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്തു. അപ്പം ടൈപ്സ് ഓഫ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകളെല്ലാം നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടതുപോലെ റിലേഷൻസിന്റെ കൂടെയുള്ള സാധനമാണ് ആരെന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആയിരുന്നു. ഈ വർഷം നമ്മൾ തുടങ്ങിയപ്പോഴും നമ്മൾ ആ ചാപ്റ്ററിന്റെ പേര് എഴുതിയത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ റിലേഷൻ എന്ന് പറയുന്നത് ആരുമായിട്ട്, ഫംഗ്ഷനുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ചേർത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അപ്പൊ എന്താണ് ആ ബന്ധം? ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഇതിനെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. എങ്കിൽ കൂടിയും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് ഞങ്ങൾ പറയാം. വാട്ട് ഈസ് ഫംഗ്ഷൻ? എന്താണ് ഫംഗ്ഷൻ? വാട്ട് ഈസ് ഫംഗ്ഷൻ? ആദ്യം പറയുന്നത് ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. അപ്പൊ അതിന് അവിടുത്തെ ബന്ധം കിട്ടിയല്ലോ. എല്ലാ ഫംഗ്ഷൻസും എന്തായിരിക്കും? ഒരു റിലേഷൻ. പക്ഷെ എല്ലാ റിലേഷൻസും എന്തല്ല? ഫംഗ്ഷൻസ്. അപ്പൊ എല്ലാ ഫംഗ്ഷൻസും ഒരു റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ റിലേഷന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു സെറ്റ് ക്യാപിറ്റൽ ബി. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്, നമുക്കറിയാം. എ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓർഡേർഡ് പെയറിന്റെ സെറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. മോർ ഓവർ ഈ ഓർഡേർഡ് പെയറിന്റെ സെറ്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും. ആ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. ഇതായിരുന്നു റിലേഷൻ. ആ എക്സ് കോർഡിനേറ്റുകളുടെ അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റിനെ നമ്മൾ റേഞ്ച് ഓഫ് ദി റിലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ ആ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമുക്കിത് ഒറ്റ കണ്ടീഷൻ ഉള്ളത് ഞാൻ ഇതിന് 2 കണ്ടീഷനാക്കി പറഞ്ഞിട്ട് അവസാനം നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ കണ്ടീഷനാക്കി മാറ്റാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എയിലുള്ള എല്ലാ എലമെന്റ്സുകൾക്കും ബിയില് റിലേഷൻ ഉണ്ടാവും. ഓക്കെ, എവരി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് ആൻ ഇമേജ്. നമ്മളിലേക്ക് നമുക്ക് റിലേഷൻ എന്നാണെങ്കിൽ നമ്മൾ പറയാം. ആ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമേജ് എന്ന് വിളിച്ചത്, അല്ലെ? ഇമേജിന്റെ സെറ്റ് ആണ് നമ്മൾ റേഞ്ച് ഓഫ് ദി റിലേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഹാസ് ആൻ ഇമേജ് ഇൻ. നമ്മൾ മുമ്പ് റിലേഷൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും പറഞ്ഞാൽ മതി, ഒരു സബ്സെറ്റ് ആയാൽ മാത്രം മതി. എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? റിലേഷൻ ആയിട്ട് മാറും. പക്ഷെ ഈ റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് എവരി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എയിലുള്ള എല്ലാ ആളുകൾക്കും ഇപ്പുറത്തു നിന്നുണ്ടാവണം. ബിയില് റിലേഷൻ ഉണ്ടായിരിക്കും, ബന്ധം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിയിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. എയിലുള്ള എല്ലാ ആളുകൾക്കും എവിടെ ഇമേജ് ഉണ്ടായിരിക്കണം? ബിയിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിയിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ആദ്യത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് ഈ റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റുകൾ തന്നെയായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഈ കണ്ടീഷൻ കൂടെ ആവുമ്പോൾ ഈ റിലേഷൻ ഫംഗ്ഷൻ ആയി കഴിയും. ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു എയിലുള്ള എല്ലാ പേർക്കും ഇപ്പുറത്ത് എന്തുണ്ടാവണം? ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് every element of A has an unique image in B. അത് നമുക്ക് ആൾറെഡി ആയി കഴിഞ്ഞു. ഇമേജ് എന്ന് പറയുന്നത് ഒരു വേർഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ
എന്താണ് ഈ കാണുന്ന സെന്റൻസ് ഒറ്റ സെന്റൻസ് നമുക്ക് റിലേഷൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇമേജ് ഷുഡ് ബി യുണീക്ക്. ഇമേജ് ഷുഡ് ബി യുണീക്ക്. എന്താണ് വേർഡ് യുണീക്കിന്റെ മീനിങ്? യുണീക്ക് എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി വൺ, ഒരൊറ്റയാണ്, ഒരാൾക്ക് ഒരാൾ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് യുണീക്ക് എന്ന് പറയുന്നത്. അപ്പം എവരി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് ആൻ ഇമേജ് ഇൻ ബി ആൻഡ് ഇമേജ് ഷുഡ് ബി യുണീക്ക്. എയിലുള്ള എല്ലാ പേർക്കും ബിയിൽ റിലേഷൻ വേണം. ആ റിലേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് മാത്രമല്ല അത് വേറെ ആർക്കും ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് കൂടി ചേർത്ത് നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ. എന്താണ് ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു എ സെറ്റ് ക്യാപിറ്റൽ ബി such that അവിടുത്തെ കണ്ടീഷൻ ഇതാണ്, such that every element of capital A has, നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് യൂസ് ചെയ്യാം വൺ ആൻഡ് ഓൺലി വൺ, അല്ലെങ്കിൽ ആരും പറയും ഏത് വേർഡ് ഉപയോഗിക്കാം, യുണീക്ക്. ഹാസ് ആൻ യുണീക്ക് ഇമേജ് ഇൻ ബി. യുണീക്ക് എന്ന് പറയുന്നത് മീനിങ് എന്താണ്? വൺ ആൻഡ് ഓൺലി വൺ. അപ്പോൾ നമുക്ക് പറയുന്നത് എവരി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. ആ യുണീക്ക് ഇമേജ് ഇൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ നോക്കും ഈ കാണുന്നത് പറയുന്നത് എന്തായിട്ട് മാറി, അല്ലെങ്കിൽ ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഫംഗ്ഷൻ ആയിട്ട് മാറി. അപ്പം വാട്ട് ഈസ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയേണ്ട കണ്ടീഷൻ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ, അതൊരു ബന്ധമായിരിക്കും. ഇനി ആ ബന്ധത്തിന് എന്താണ് പ്രത്യേകത? ആ ബന്ധത്തിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ സെറ്റിനകത്തുള്ള എല്ലാ പേർക്കും എന്ത് വേണം, ഒരു ബന്ധം അപ്പുറത്തെ സെറ്റിനകത്ത് വേണം. ഇനി ആദ്യത്തെ സെറ്റിനകത്തുള്ള ഓരോരുത്തർക്കും എത്ര ബന്ധമേ പാടുള്ളൂ? ഒരു ബന്ധം മാത്രമേ പാടുള്ളൂ, ഒരു റിലേഷൻ മാത്രമേ പാടുള്ളൂ. അങ്ങനെയുള്ള ഏത് റിലേഷൻസിനെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ, രണ്ട് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. ഞാൻ എന്താ എയിൽ നിന്ന് ബിയിലോട്ട് ഞാൻ ഒരു റിലേഷൻ പറയാം. ഇവിടെ ഞാൻ പറയുന്നു 1 2 3 4 5. ഇവിടെ ഞാൻ എഴുതുന്നു എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഇതിന് ഞാൻ പറയുന്നു ഇവിടെ റിലേഷൻ കാണിക്കാൻ പോവുകയാണ്. ഇത് ഫംഗ്ഷൻ ആണ് അല്ലെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. റിലേഷൻ പറയുന്നതാണ് 1ന് എഫുമായിട്ട്, 2ന് ബിയുമായിട്ട്, 3ന് ഇയുമായിട്ട്, 4ന് എയുമായിട്ട്, 5ന് ബിയുമായിട്ട്. അപ്പൊ ഈ ആരോ ഡയഗ്രത്തിനകത്ത് ഞാൻ ഒരു റിലേഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണോ അല്ലേ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണോ അല്ലേ? ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് അറിയുന്നതിന് നമ്മൾ ആദ്യം നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. എവരി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് ആൻ ഇമേജ് ഇൻ ബി. എയിലുള്ള എല്ലാ പേർക്കും ബിയിൽ ഇമേജ് ഉണ്ടോ അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. 1ന് ബിയിൽ എഫുമായിട്ടുണ്ട്, 2ന് ബിയുമായിട്ടുണ്ട്, 3ന് ഇയുമായിട്ടുണ്ട്, 4ന് എയുമായിട്ടുണ്ട്, 5ന് ഡിയുമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പേർക്കും ഇപ്പുറത്ത് എന്തുണ്ട്, റിലേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ റിലേഷൻ അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ യുണീക്ക് ആണ്. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒറ്റ റിലേഷൻ മാത്രം. ഞാൻ ഇവിടെ നോക്കുന്ന 1ന് എഫ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാത്രമല്ലേ റിലേഷൻ ഉള്ളത് അല്ലെ, ഒറ്റ. 2നാണെങ്കിലോ ബിയുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ, ഇപ്പുറത്തെ സെറ്റില് ബിയുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ. 3നാണെങ്കിലോ ഇയുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ. 4നാണെങ്കിലോ എയുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ. 5നാണെങ്കിലോ ബിയുമായിട്ട് മാത്രമേ റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള എല്ലാ പേർക്കും ഇപ്പുറത്ത് എത്ര റിലേഷനേ ഉള്ളൂ, ഒറ്റ റിലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാണ്ടേ ഈ കാണുന്ന 5 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അവർക്ക് ഇപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരൊറ്റ ഇമേജ് തന്നെ അല്ലെങ്കിൽ ഒറ്റ റിലേഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നിന്റെ റിലേഷൻ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഉള്ളൂ. രണ്ടിന് എത്ര റിലേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. മൂന്നിന് എത്ര ഇമേജ് ഉണ്ട്, സോറി എത്ര റിലേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന റിലേഷനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഇതിന്റെ മീനിങ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്, ഈ ആരോ ഡയഗ്രത്തിൽ കൂടി ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി. ഞാൻ ഇവിടെ 5 പേരുണ്ട്, ഇവിടെ 4 പേര്. My question is the relation a function? ഈ കാണുന്ന റിലേഷൻ ഒരു ഫംഗ്ഷൻ, ഈ കാണുന്ന റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എവരി എലമെന്റ് എ ഹാസ് ആൻ ഇമേജ് ഇൻ ബി, എയിലുള്ള എല്ലാ പേർക്കും എന്താണ് ബിയിൽ ഇമേജ് വേണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം, വൈക്ക് അപ്പുറത്തൊരു ഇമേജ് ഉണ്ട്, ഇവിടെ 4 മാർക്ക് പോയിട്ടുണ്ട്, അതിന്റെ അർത്ഥം ഇമേജ് ഉണ്ടെന്ന്. ബിക്ക് ഇമേജ് ഉണ്ട്, എക്ക് ഇമേജ് ഉണ്ട്, എന്നിന് ഇമേജ് ഉണ്ട്, എസിന് ഇമേജ് ഉണ്ട്. അപ്പൊ എല്ലാ പേർക്കും അപ്പുറത്തെ റിലേഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഓക്കെ. Is this relation unique? ഈ കാണുന്ന റിലേഷൻ യുണീക്ക് ആണോ? അപ്പൊ നമ്മൾ നോക്കണം, യുണീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാസ് വൺ ആൻഡ് ഓൺലി വൺ, ഒറ്റ ഒരെണ്ണം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈക്ക് എത്ര ഇമേജ് ഉണ്ട്? എത്ര ഇമേജ് ഉണ്ട്? ഒറ്റ ഇമേജ്, ഒരാളെ ഉള്ളൂ. ആരാണത്? പി. അപ്പം വൈക്ക് ഒറ്റ ഇമേജ് മാത്രമേ ഇപ്പുറത്തുള്ളൂ, അപ്പൊ യുണീക്ക് ആണ്, വൈയുടെ ഇമേജ് യുണീക്ക് ആണ്. ബിക്ക് ഞാൻ ചോദിക്കുന്നത്, ബിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ബിക്ക് എത്ര ഇമേജ് ഉണ്ട് അപ്പുറത്ത്? ഒറ്റ ഇമേജ്. എക്ക് എത്ര ഇമേജ്? ഒറ്റ ഇമേജ്. എന്നിന് എത്ര ഇമേജ്? ഒറ്റ ഇമേജ്. എസിന് എത്ര ഇമേജ്? ഒറ്റ ഇമേജ്. ഇതിന് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എയിലുള്ള എല്ലാ എലമെന്റ്സുകൾക്കും ഇപ്പുറത്ത് റിലേഷൻ ഉണ്ട് താനും. എത്ര റിലേഷനേ ഉള്ളു? ഒരൊറ്റ റിലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ കാണുന്ന റിലേഷൻ ഫംഗ്ഷൻ ആവുന്ന രണ്ട് കണ്ടീഷൻസ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇതെന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയാടെ, ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് ഓർക്കാൻ എളുപ്പത്തിന് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇത് പഞ്ചപാണ്ഡവരുടെ പേരിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഞാൻ എഴുതിയിരിക്കുന്നു. ഇത് സ്ത്രീകളാണെന്ന് വിചാരിക്കുക. ഇത് രാധ, ഇത് പാഞ്ചാലി, ഇത് ഉത്തര, ഇത് കുന്തി. ഈ കാണുന്ന 5 പേർക്കും ഭാര്യ എന്ന് പറയുന്ന ആരാണ്? പി ആണ്, പാഞ്ചാലിയാണ് അല്ലെ. അപ്പൊ ഇവർക്ക് 5 പേർക്കും എന്താണ്? പാഞ്ചാലി എന്ന് പറയുന്നത് ഒരു ഭാര്യയാണ് അല്ലെ. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, യുധിഷ്ഠിരൻ എത്ര ഭാര്യ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലേഷനകത്ത് യുധിഷ്ഠിരൻ എത്ര ഭാര്യ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഭാര്യയുള്ളു. ഭീമൻ എത്ര ഭാര്യയുണ്ട്? ഒറ്റ ഭാര്യയുള്ളു. അർജുൻ എത്ര ഭാര്യയുണ്ട്? ഒറ്റ ഭാര്യയുള്ളു. നകുലൻ എത്ര ഭാര്യയുണ്ട്? ഒറ്റ ഭാര്യയുള്ളു. സഹദേവൻ എത്ര ഭാര്യയുണ്ട്? ഒറ്റ ഭാര്യയുള്ളു. ഈ റിലേഷനാണ്. അല്ല അർജുന് വേറെ ബാക്കി ഭാര്യമാരുണ്ടായെന്ന് നമ്മള് എന്താണ് പുരാണത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ റിലേഷൻ വരച്ചതിനകത്ത് ഞാൻ പറയുന്നു ഇത്രേ ഉള്ളു, ഈ കാണുന്ന 5 പേർക്ക് എത്ര ഭാര്യയുള്ളു? ഒറ്റ ഭാര്യയുള്ളു, പാഞ്ചാലി എന്ന് പറയുന്ന ഭാര്യ. സോ ദിസ് റിലേഷൻ ഇസ് ആൾസോ എ ഫംഗ്ഷൻ. ഈ റിലേഷൻ തന്നെയാണ് ഫംഗ്ഷൻ തന്നെ. ഓക്കെ, ഇനി ഞാൻ എന്താ വേറെ കേസ് കിട്ടും. PQRS 1 2 3
ഇപ്പോഴില്ലേ? ഓക്കെ, ഇത് എ, ഇത് ബി, എയിൽ നിന്ന് ബിയിലോട്ട് ഞാൻ റിലേഷൻ പറയുന്നു. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കാണുന്ന റിലേഷൻ ഫംഗ്ഷൻ ആണോ? ഈസ് ഇറ്റ് എ ഫംഗ്ഷൻ? നോക്കിയാണ്ടേ, ഇതിനകത്തുള്ള എല്ലാവർക്കും ഇപ്പുറത്തെ ഇമേജ് ഇല്ലേ? ഇപ്പുറത്തെ ഇമേജ് ഉണ്ട്. എത്ര ഇമേജ് ഉണ്ട്? ബിക്ക് ഒറ്റ ഇമേജ്, ക്യൂവിന് ഒറ്റ ഇമേജ്, ആറിന് ഒറ്റ ഇമേജ്, എസിന് ഒറ്റ ഇമേജ്. നൗ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞ ഫംഗ്ഷന്റെ എല്ലാ കണ്ടീഷൻസും ഇവിടെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, what will happen if the relation becomes like this? ഈ രീതിയിലാണ് റിലേഷൻ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രീതിയിലാണ് റിലേഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാണ്ടേ, ആർ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ഇറ്റ് ഹാസ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഇറ്റ് ഹാസ് ടു ഇമേജസ്. എത്ര ഇമേജസ്? രണ്ട് ഇമേജസ്. ആറിന് രണ്ടെന്ന് പറയുന്ന ഇമേജും ഉണ്ട്, ആറിന് മൂന്നെന്ന് പറയുന്ന ഇമേജും ഉണ്ട്. സോ ഇറ്റ് ഹാസ് ടു ഇമേജസ്, രണ്ട് ഇമേജസുകൾ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ട് ഇമേജുകൾ വരികയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങളുടെ അവർക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ എന്തല്ല? ഫംഗ്ഷൻ അല്ല, അത് ശരിയായ റിലേഷൻ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ റിലേഷൻ. നല്ല ബന്ധമല്ല. നല്ല ബന്ധം അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. അങ്ങനെ ആലോചിച്ചിരുന്നാലും മതി. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ നോക്കുക, എത്ര ഭാര്യമാരുണ്ടെന്ന് നോക്കിയാൽ മതി. ഏത് ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഭാര്യമാരുണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ എല്ലാവർക്കും അവിടെ പിന്നൊറ്റ ഭാര്യയുള്ളൂ, ക്യൂവിനൊറ്റ ഭാര്യയുള്ളൂ, ആറിന് എത്ര ഭാര്യമാർ വന്നിരിക്കുന്നു? രണ്ട് ഭാര്യമാർ വന്നിരിക്കുന്നു. അതിന് രണ്ട് റിലേഷൻ വന്നിരിക്കുന്നു. ആ രണ്ട് റിലേഷൻ വരികയാണെങ്കിൽ ഈ റിലേഷൻ എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഈ കാണുന്നത് എന്തല്ല? ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ, ബട്ട് ഇറ്റ് ഇസ് എ റിലേഷൻ. ഇതെന്താണ്? റിലേഷൻ ആണ്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുന്ന കേസ് പറഞ്ഞു. നമ്മൾ ഫംഗ്ഷൻ ആവുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അതായത് ആറിന്റെ ബേസിൽ നമ്മൾ എഫ് എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് ഇവിടെ എ തന്നെയാണ് സെറ്റ്, ബി തന്നെയാണ്. So f is a relation, sorry, f is a function from a to b. f രണ്ട് കൊത്ത് a to b എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത് f is a function from a to b എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. Okay, next, what is the domain, codomain and range of a function? ഒരു ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദ ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ? നമ്മൾ ഇവിടെ കണ്ടത് കണക്ക് തന്നെയാണ്, ഇവിടെ നമ്മൾ റിലേഷൻസിനകത്ത് കണ്ടത് കണക്ക് തന്നെയാണ്. ബിക്കോസ് ഈ കാണുന്ന ഫംഗ്ഷൻസ് എല്ലാം റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് ഡൊമൈനും റേഞ്ചും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ റിലേഷൻ നമ്മൾ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് ആണ്. ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ്. ആ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഫംഗ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് ഒരു ഫംഗ്ഷൻ ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുകൾ എന്ന് പറയുന്നത് ആരൊക്കെയുണ്ട്? 1 2 3 4 5 അല്ലേ? ഞാൻ ഈ ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1f അല്ലെ, 2b, പിന്നെ 3e, അടുത്ത 4a and finally 5b, isn't it? ഇതൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ നമുക്ക് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഒരു റിലേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന ഫസ്റ്റ് സെറ്റുകളുടെ അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ്. ഫസ്റ്റ് സെറ്റ് അല്ല, ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് കോർഡിനേറ്റുകളുടെ സെറ്റ്. ഇതൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റുകളുടെ സെറ്റ്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 1 2 3 4 5 അല്ലേ? 1 2 3 4 5. ഈ 1 2 3 4 5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. So we can say that domain is equal to set 1 2 3 4 5. അതെന്ന് പറയുന്ന ആര് തന്നെയുണ്ട്? A തന്നെ. Because നമ്മുടെ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ റിലേഷനകത്ത് ആദ്യത്തെ സെറ്റിനകത്തുള്ള എല്ലാ പേർക്കും രണ്ടാമത്തെ സെറ്റിനകത്ത് ഇമേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഈ കാണുന്ന ആദ്യത്തെ സെറ്റിനകത്തുള്ള എല്ലാ പേരും ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുകളായിട്ട് മാറിയിരിക്കും. 100% ഉറപ്പ്. So a relation is a function from A to B. A യിൽ നിന്ന് B ലോട്ടുള്ള റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ we can assure that its domain should be capital A. ഫസ്റ്റ് സെറ്റ് തന്നെയായിരിക്കും അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് സെറ്റ് is always the domain. ഇനി അടുത്ത കോഡൊമൈൻ. എന്താണ് കോഡൊമൈൻ? കോഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഫസ്റ്റ് സെറ്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് ഏത് സെറ്റിലോട്ടാണോ നമ്മൾ റിലേഷൻ പറയുന്നത് ആ രണ്ടാമത്തെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ.
സോ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്, കോഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി ആണ്. What about the range? Range is always same as the range in relation. Range in relation is the set of all images. Then it is the set of all images. So we can say that or we can write range is equal to set of all images. Set of all images. Here the set of all images are F, B, E, A, D. Or the set of all second elements or the set of all y coordinates in the relation. അപ്പോൾ നമുക്ക് റേഞ്ചിന്റെ ഡെഫിനിഷൻ അതേ കണക്ക് തന്നെ റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതേ കണക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി കൺവീനിയന്റ് ആയിട്ട് പറയാൻ നോക്കും. ആദ്യത്തെ സെറ്റ് എല്ലായ്പ്പോഴും എന്തായിട്ട് മാറും? ഡൊമൈൻ ആയിട്ട് മാറും. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോഡൊമൈൻ ആയിരിക്കും. ഇനി റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ ഇമേജസ്, ഇമേജുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷനും അതിന്റെ ഡൊമൈൻ, അതിന്റെ കോഡൊമൈൻ, അതിന്റെ റേഞ്ച്. Okay, now we will discuss about the types of functions. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ടത്.